ഹലോ, അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. അപ്പോൾ കാലത്തുള്ള തിക്കും തിരക്കൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ. അപ്പോൾ ഞാനിതാ എന്നത്തെയും പോലെ കാലത്ത് എണീറ്റു. കുറച്ച് ദിവസമായിട്ട് വയ്യ, അത് കാരണം തല നനയ്ക്കൽ കുറവാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ ഇപ്പോൾ എനിക്ക് പോയിട്ടുള്ള അവിടെ നിന്ന് മുതലിങ്ങോട്ട് തൊണ്ടവേദന, പെരടി വേദന കൂടി. അപ്പോൾ അതൊക്കെ നമ്മളെ തണവ് ഭയങ്കര തണവാണ്, കാലത്തും വൈകിട്ടും നല്ല മഞ്ഞാണ്. അപ്പോൾ അതൊക്കെ കാരണം തല നനയ്ക്കൽ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ മേലൊക്കെ കഴുകി സെറ്റായി. നമ്മളെ സാധാരണ രാവിലെ ചെയ്യാറുള്ള സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തു. സ്കിൻ കെയർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇത്തിരി ക്രീം എന്തെങ്കിലും തേക്കും, ഒന്ന് ലിപ് ബാമും തേക്കും, അത്ര തന്നെ. അപ്പോൾ എണീറ്റ് വന്നപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ ഒന്ന് തൊഴുതു. പിന്നെ അമ്മ ചോറിന് അരി ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നമ്മളുടെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടും കടലക്കറിയാണ് ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളം ചൂടാക്കാം കേട്ടോ. ചൂടുവെള്ളം കൊണ്ടാണ് പുട്ടിന് കുഴയ്ക്കാറ്. പിന്നെ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ ചെയ്തു. എന്താ വെച്ചാൽ നമ്മളുടെ ഫോണിൽ ചാർജ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ അത് ചാർജിലിട്ടിട്ട് ഈ വക പരിപാടികളൊക്കെ ചെയ്ത് വെച്ചു കേട്ടോ. അതിനുശേഷമാണ് പിന്നെ വീഡിയോ എടുക്കാൻ നിന്നത്. അപ്പോൾ അത് പുട്ടിന് വെള്ളം നമ്മളെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറ്റി നിറച്ച് വെക്കാണ്ട് നമ്മളെ പുതിയ പുട്ടും കുറ്റിയാണ് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അടുത്താണ് വാങ്ങിയത്, അതാണ് ഇടയ്ക്കിടയ്ക്ക് പുതിയത് എന്ന് പറയുന്നത്. ശരിക്കും രാവിലെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. പിള്ളേരെ കാര്യങ്ങളും വീഡിയോയും കൂടിയിട്ട് എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്യാൻ നിന്നതാണ്. പിന്നെ നമ്മളെ കടലക്കറിയുടെ റെസിപ്പി ഞാൻ ഷോർട്ടായിട്ട് മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അതേ റെസിപ്പി തന്നെയാണ് കേട്ടോ. മല്ലിമുളകൊക്കെ വറുത്തിട്ട് അങ്ങനെയുള്ള കടലക്കറി നമ്മൾ വെക്കുന്നത്. ഞാൻ വെക്കുമ്പോൾ ഇങ്ങനെയും, അമ്മ വയ്ക്കുമ്പോൾ വേറെ രീതിയിലോട്ട് വയ്ക്കാറ്. അപ്പോൾ രണ്ടും ടേസ്റ്റ് തന്നെയാണ്, അമ്മ വയ്ക്കുന്നതും ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മല്ലിമുളകൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുട്ടികളെ വിളിക്കുന്നുണ്ട്, അതൊന്നും എല്ലാതും കൂടിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. പിള്ളേരെ വിളിക്കുന്നുണ്ട്, അവർക്ക് ചൂടുവെള്ളമൊക്കെ, അവർക്കും ഇൻ്റെ പോലെ തന്നെ ചെറുതായിട്ട് ചുമയും തലവേദനയും മൂക്കുന്ന് വരവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തല നനയ്ക്കാറില്ല, ചൂടുവെള്ളം കൊണ്ടാണ് മേലൊക്കെ കഴുകുക. നല്ല തണവാണ് ഇവിടെ. രാവിലെ ആയാലും നല്ല മഞ്ഞിൻ്റെ ഇതാ തോന്നുന്നു, നല്ല തണവ് തോന്നുന്നു. ഉച്ച സമയത്ത് നമുക്കൊരു കുഴപ്പമില്ല, നല്ല ഓക്കെയാണ്. അപ്പോൾ അതാ നമ്മളുടെ വേവിച്ച് വെച്ച കടലയും കാര്യങ്ങളൊക്കെ പൊടിയൊക്കെ തട്ടിക്കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ അതിനിടയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് ദേവുട്ടിക്ക് ഫുഡ് കൊണ്ടുപോകണം കേട്ടോ. പാർട്ടിക്ക് പിന്നെ അവിടെ ഉണ്ടാവും, അവൾക്ക് എന്തെങ്കിലും കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വിട്ടാൽ മതി. പിന്നെ ഇതാ വറവിടാൻ വേണ്ടി നമ്മൾ ചെറുള്ളി, വെളുത്തുള്ളിക്ക് ഭയങ്കര റേറ്റ് കേട്ടോ. 400 ചില്ലറൊക്കെയാണ് വെളുത്തുള്ളിയുടെ റേറ്റ് പറയുന്നത്. അത് കാരണം ഒരല്ലി ഉണ്ടാകുന്നുള്ളൂ, ആ ഒരല്ലി മാത്രമേ ഞാൻ വറവിടാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി വാങ്ങിക്കണം. ഞാൻ അമ്മോട് പറയാം എന്താ വെളുത്തുള്ളി വാങ്ങാൻ ചോദിച്ചപ്പോൾ അമ്മ പറയുക വെളുത്തുള്ളിയുടെ വില കേട്ട് ഞെട്ടിയിരിക്കുകയാണെന്ന്. അപ്പോഴാണ് ഇത്രയും പൈസ ആയ കാര്യം ഞാൻ അറിഞ്ഞു കേട്ടോ. 420 അങ്ങനെ എന്തായിരുന്നു. ഇപ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ എത്ര വരെ ആയി കുറഞ്ഞൊന്നും എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കണ സമയത്ത് റേറ്റ് അത്രയായിരുന്നു. അപ്പോൾ എന്താ വറവിടലും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മളെ കടലക്കറി റെഡി ആയിട്ടോ. പിന്നെ ഇപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയല്ല, വിനിത ഇവിടെ ഇല്ല, അവൾ വീട്ടിലേക്ക് പോയിക്കാണ്. ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. അടുക്കളയിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു വന്നത്. പിന്നെ അച്ഛനുണ്ട്, അച്ഛൻ തൊഴിലുറപ്പിന് പോകുന്നുണ്ട് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് പണി ഉണ്ടാവാറ്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ പുട്ടായിട്ടുണ്ട്, 2 കുറ്റി പുട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞു വന്നത്, വിനിത അവളെ വീട്ടിലേക്ക് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി പോയി കേട്ടോ. അവരവിടുത്തെ വിളക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ ദിവസമായി പോയിട്ട്, അപ്പോൾ കുറച്ച് ദിവസം നിന്നിട്ടേ വരുള്ളൂ പറഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ നമ്മളെന്താ പപ്പടം കാച്ചാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പപ്പടം കൂടി കാച്ചിട്ട് സെറ്റാക്കണം. എന്താണ് ഇത് പാറുട്ടിക്ക് കടലക്കറിയും പപ്പടവും കൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാറുട്ടിക്ക് മാത്രമല്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പുട്ടും കടലക്കറിയും പപ്പടവും കൂടിയിട്ട്. അപ്പോൾ അതും രാവിലെ തന്നെ അങ്ങോട്ട് സെറ്റാക്കാൻ വിചാരിച്ചു. അല്ലെങ്കിൽ ഈ നേരത്തെ പപ്പടം കാച്ചാറില്ല. പിന്നെ ഒരിത്തിരി പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മ പിന്നെ പഴം കൂട്ടിയില്ല. സാധാരണ ഞാൻ കടലക്കറി വെച്ച് അമ്മ കഴിക്കാറില്ല. കാരണം എന്താ, ഇതിൻ്റെ കടലക്കറി എന്നല്ല എന്ത് കറി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇത്തിരി എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഞാനിത് എരിവ് ഇടും. അമ്മയ്ക്കാണെങ്കിൽ എരിവ് അത്ര ഇഷ്ടമല്ല. ഇനിയിപ്പോൾ എത്ര കുറച്ചാലും അതെ, അമ്മയ്ക്ക് പേടീൻ്റെ കറി കളറ് കണ്ടാൽ എന്ത് നല്ല എരിവുണ്ടാവും തോന്നുന്നു, വേണ്ട അമ്മ അങ്ങനെ കഴിക്കില്ല. പിന്നെ പഴവും പപ്പടവും അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് അമ്മ കഴിക്കാം. അപ്പോൾ ഞാനതാ പിള്ളേർക്ക്
കോഴിമുട്ട ആംപ്ലേറ്റ് അടിച്ച് കൊണ്ടുപോകാൻ ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അതും കൂടി സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ പപ്പടം കാച്ചിട്ട് ആ എണ്ണയിൽ തന്നെ അതും കൂടെ സെറ്റാക്കുകയാണ്. പിന്നെ എന്താ ചോറ് വെന്തോന്ന് ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ ശ്രേയ ചേച്ചി വന്നിട്ടുണ്ട്. അവൾ പിന്നെ ഇപ്പം നേരത്തെ വരാറുണ്ട്. അവരെ നേരത്തെ കഴിയും. അവരുടെ അമ്മക്ക് ജോലിക്ക് പോണ കാരണം അവരുടെ കാര്യങ്ങളൊക്കെ നേരത്തെ കഴിയുന്ന കാരണം അവൾ കഴിഞ്ഞാൽ നേരത്തെ വരും. ചെക്കനെടുക്കാനും കളിപ്പിക്കാനൊക്കെ ആയിട്ട് ആൾ നേരത്തെ എത്തും. അപ്പം ഞാൻ ഓളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ധൃതിയായി, അയ്യോ സമയമായോ നോക്കുമ്പോൾ 8, 8:30, 8:15 ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ആൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു പേടിയാണ്. അപ്പോൾ അതാ അവളോട് ഞാൻ പറയും ഉണ്ണിനെ വിളിച്ച് നോക്കും, ഉണ്ണിനെ എടുത്ത് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ള അച്ഛൻ ചാവടിക്കാൻ വരുന്നുണ്ട്. അമ്മയ്ക്കും പോകാനുള്ള തിരക്കിലാണ്. രാവിലെ ശരിക്കും എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ, ഒരു തിക്കും തിരക്കാണ്. പിന്നെ നമുക്കിങ്ങനെ പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളേ ഇല്ല. കുറേയൊക്കെ പ്ലാൻ ചെയ്യും, ചിലതൊന്നും പ്ലാനിങ്ങിൽ നടക്കില്ല, ചിലതൊക്കെ അതുപോലെ അങ്ങോട്ട് പോവും. അധികം പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നടക്കാറില്ല. പക്ഷെ അങ്ങനെ ചെയ്യണം ഒന്നും കൂടെ നല്ലത് തോന്നുന്നു. പിന്നെ എന്താ പറയുക, അപ്പം അങ്ങനെയൊക്കെയാണ് രാവിലത്തെ ഒരു തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ രുദ്ര ചീഞ്ഞും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, കരച്ചിലും വിരിച്ചിലൊക്കെ ആയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ റെഡിയായി. അപ്പോൾ ആളെ ഞാൻ പുറത്താക്കി. പിന്നെ ഇന്ന് ദേവുട്ടിക്കുള്ള ചോറ് കൊണ്ടുപോകാൻ റെഡിയാക്കാം കേട്ടോ. അപ്പം 2 കോഴിമുട്ട എടുത്തിട്ട് ഒറ്റ അപ്പം പോലെ ഉണ്ടാക്കിയിട്ട് ആംപ്ലേറ്റ് പോലെ ഇതാക്കിയിട്ട് അത് മുറിച്ച് കൊടുക്കുക ചെയ്ത്. ദേവുട്ടിക്ക് അധികം കോഴിമുട്ട ആംപ്ലേറ്റിനോട് താല്പര്യമില്ല. എന്നുവെച്ചാൽ നമ്മൾ ഒരു കോഴിമുട്ട കൊടുത്ത് അതിൻ്റെ പകുതിയൊക്കെ അവൾ കഴിക്കുള്ളൂ. അപ്പോൾ അവൾക്ക് ഞാൻ ഇത്തിരി ചെറിയ കഷ്ണം പാർട്ടി പിന്നെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് ഒരെണ്ണം കൊടുത്ത് തികയില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അവൾക്ക് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ദേവുട്ടിക്ക് ഞാൻ കടലക്കറി ഇത്തിരി ആക്കി കൊടുക്കുന്നുണ്ട്, ചാറിനാക്കിയിട്ട്. ചാറ് അത്ര ആവശ്യമില്ല, എന്നാലും അവൾക്ക് ഇനി അങ്ങനെ കഴിക്കണം വെച്ചാൽ കഴിക്കട്ടെ വിചാരിച്ചിട്ട് ഒരു ലേശം കടലക്കറി ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വെള്ളം കുപ്പിയിലും വെള്ളമാക്കി കൊടുത്തിട്ടുണ്ട്. ആ കുപ്പി അടയ്ക്കാത്ത ഇത്തിരി വെള്ളം ചൂടുണ്ട് കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് ചൂടാറട്ടെ വിചാരിച്ചു. പിന്നെ സ്നാക്സ് ഇതാ നമ്മളുടെ ഡാർക്ക് ഫാൻറ്റസിയെ തോന്നുന്നു, ആ ഒരു ഡാർക്ക് ഫാൻറ്റസി ലൈഡ് ആൻഡ് സീക്ക് ആ ബിസ്ക്കറ്റാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അത് അവർക്ക്. ഡാർക്കും ഇഷ്ടമാണ്, രണ്ടും ഇഷ്ടമാണ്. അപ്പോൾ അത് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചായ കൊടുക്കുകയാണ്. ദേവുട്ടിക്ക് ഞാൻ വാരി കൊടുക്കാറാണ് കേട്ടോ, മിക്ക ദിവസങ്ങളും വാരി കൊടുക്കാറാണ്. വല്ലപ്പോഴും മാത്രമാണ് അവൾ ഒറ്റയ്ക്ക് കഴിക്കുക. എന്താ വെച്ചാൽ വാരി കൊടുക്കുമ്പോൾ അവൾ വേഗം കഴിക്കും, അല്ലെങ്കിൽ അവൾ കുറേ ടൈം വേണം അവൾക്ക്. അപ്പോൾ ഞാനിതാ അവൾക്കും വാരി കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കും ആ ടൈം ആകുമ്പോഴത്തേനും വിശന്ന് തുടങ്ങി. പിന്നെ ഇവരൊക്കെ പോയി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാനൊക്കെ കുഴയും. അപ്പോൾ അത് കാരണം ഇടയ്ക്ക് ഞാനും കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ നേരത്തെ ആയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നേരം വൈകിട്ടാണെങ്കിൽ ഞാൻ ചാവടിക്കാതിരിക്കാറില്ല, ഇവർ പോയതിന് ശേഷം തന്നെ ഇരിക്കാറുള്ളൂ. പിന്നെ ശ്രേയ ചേച്ചിയോട് ചാവടിക്കാതിരിക്കാൻ പറഞ്ഞപ്പോൾ അവൾ വേണ്ട ഞാൻ കഴിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചെക്കന് കൊടുത്തപ്പോൾ ചെക്കനും കഴിച്ചില്ല. അപ്പം ഞങ്ങളൊക്കെ ചായ കുടിച്ചു. ഇനി ഇതാ മേക്കപ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്കാണെങ്കിൽ അങ്ങനെ ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ എന്താ ചെയ്യുക, പെൺകുട്ടികളായി പോയില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ പറയും, ഇതൊന്നും ഇപ്പം തന്നെ ഇടാൻ പാടില്ല, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ കുട്ടികളാകുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാൻ പറ്റാണ്ടാവും, ചുണ്ടൊക്കെ കറക്കും, കണ്ണിൻ്റെ തടമൊക്കെ കറക്കും എന്നൊക്കെ പറഞ്ഞ് പേടിയാക്കും. എവിടെ ആരാ കേൾക്കുന്നത്. അപ്പോൾ അതുപോലെ ഇത് എന്നും ഇതുപോലെ ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണ കാരണം പിന്നെ നമ്മളുടെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി നേരത്തെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഒക്കെ നേരത്തെ ആയ കാരണം മാത്രമാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് കൊടുക്കാതിരിക്കുന്നത്. സാധാരണ അവർ തന്നെയാണ് അധികം മേക്കപ്പ് ചെയ്യാറ്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ണെഴുതും, ചിലപ്പോൾ പൊട്ടും കുറിയും, അത് മസ്റ്റാണ്. മുടി കെട്ടി കൊടുക്കൽ മാത്രമേ ഉള്ളൂ എനിക്കുള്ള ഡ്യൂട്ടി, ബാക്കിയൊക്കെ അവർ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോയുടെ ഇത് കാരണമാണ് അലൈനറും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണത്. പിന്നെ ഇതാ മുടി കെട്ടി കൊടുക്കുക, പാറുവിനും പിന്നെ മുടി കെട്ടി കൊടുക്കണം. ബാക്കിയുള്ളതൊക്കെ അവർ ചെയ്യും, മാല ഇടുക, ക്ലിപ്പ് കുത്തുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദരി കുട്ടികൾ. ലാസ്റ്റത്തെ ലുക്കാണ് കേട്ടോ അത്. രണ്ടുപേരുടെ യൂണിഫോമാണ് ഇങ്ങനത്തെ. പിന്നെ എന്താ പറയുക, അതാ പൂവാണ്. പോണ വഴിക്ക് നമ്മളെ ട്യൂഷൻ ചേച്ചിക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ ആ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇനിയുള്ള ക്രിസ്മസ് വെക്കേഷനിലുള്ള റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ പേപ്പറിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ അതാ അവർ പോവാണ്. രുദ്ര നല്ല കരച്ചിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് ചിലപ്പോൾ ഇങ്ങനെയാവില്ല, ഇതിനേക്കാളും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് കുറച്ചുകൂടി പ്ലാൻ ചെയ്ത കാരണം ഒക്കെ കറക്റ്റ് ടൈമിന് ഇതായി. വീഡിയോ എടുക്കേണ്ട കാരണമാണ് നമ്മൾ കുറച്ചിങ്ങനെ പ്ലാൻ ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല, നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു എന്താ പറയുക മോർണിംഗ് റൂട്ടീൻ എന്നൊക്കെ പറയണത്. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. പിന്നെ അത് പോകാൻ നേരത്ത് ഉണ്ണിക്ക് ഉമ്മ മസ്റ്റാണ്, അപ്പോൾ അതൊക്കെ കൊടുത്ത് പോവാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അതെ
കുഞ്ഞിച്ചക്കനും അതാ തീരെ വയ്യ. ചേച്ചിമാർക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഈ ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഈ ടൈം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ അവർക്കും വയ്യാണ്ടായി തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വയ്യാത്ത കാരണമാണ് ആളിങ്ങനെ വാശി പിടിച്ച് കരഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നത്. ഞാൻ ആളെ മൂടൊക്കെ ഒന്ന് സെറ്റാക്കണം. അവന് ചൂടുവെള്ളം കൊണ്ടൊന്ന് മേലൊക്കെ കഴുകി കൊടുത്ത് മരുന്നൊക്കെ ഉണ്ട് കേട്ടോ ഡോക്ടറെ കാണിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കൊടുത്ത് സെറ്റാക്കണം. അപ്പോൾ ഓക്കെ, ബൈ.